ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള അക്കീദയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നിവിടെ വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക, എങ്കിലാണ് നമ്മൾക്ക് ഓരോ ചോദ്യവും ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഭാഗം യോജിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് യോജിച്ച ഉത്തരങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തി എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ദുനിയാവിലുള്ള തീയിനേക്കാൾ ഡാഷ് ഇരട്ടി ചൂടുള്ള തീക്കുണ്ടാണ് നരകം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ തന്നിട്ടുള്ള ബോക്സിൽ നിന്നും നമ്മൾ കണ്ടെത്തണം. ദുനിയാവിലുള്ള തീയിനേക്കാൾ 79 ഇരട്ടി ചൂടുള്ള തീക്കുണ്ടാണ് നരകം. അതിൻ്റെ ഉത്തരം 79. ഇനി രണ്ടാമത്തെ ചോദ്യം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും എവിടെ? മരണശേഷം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എവിടെയാണ് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം മഹ്ശറയിൽ. മൂന്നാമത്തെ ചോദ്യം, ശരിയായ ഉത്തരം പറഞ്ഞാൽ അവരുടെ ഖബർ ഡാഷ് തോപ്പാക്കപ്പെടും. ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കപ്പെടും. അതിൻ്റെ ഉത്തരം സ്വർഗത്തോപ്പ്. അടുത്ത ചോദ്യം, ഊലുൽ അസ്മുകൾ എത്ര പേരാകുന്നു? ഊലുൽ അസ്മുകൾ 5. അതിൻ്റെ ഉത്തരം 5. ഇനി അടുത്ത ചോദ്യം, വതവക്കൽ അലൽ ഹയ്യല്ലദീ ഡാഷ്. അവിടെ യോജിച്ച ഉത്തരം ലാ യമൂത്തു. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് 2 എണ്ണം വീതം ഉത്തരം എഴുതാനുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. അതിൽ നിന്നും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം മഹ്ശറ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം എന്നിവയെല്ലാം അതിൻ്റെ ഉത്തരങ്ങളാണ്. അതിൽ നിന്നും 2 എണ്ണം അവിടെ എഴുതിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ഊലുൽ അസ്മുകൾ. അതിൽ നിന്നും 2 എണ്ണം അവിടെ എഴുതണം. അതിന് ഊലുൽ അസ്മുകൾ എത്രയാണ്, ആരെല്ലാമാണെന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഉത്തരം നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 5 പേരാണ് ഊലുൽ അസ്മുകളിലുള്ളത്. അതിൽ നിന്നും 2 എണ്ണം ഇവിടെ എഴുതണം. ഇനി അടുത്ത ചോദ്യം, ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ. ഇവിടെ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകളാണ് എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരം, ഖുർആനിൻ്റെ മീതെ ഒന്നും വയ്ക്കാൻ പാടില്ല. ശുദ്ധി കൂടാതെ ഖുർആൻ തൊടുകയോ ചുമക്കുകയോ പാടില്ല. ഖുർആനിൻ്റെ നേരെ കാല് നീട്ടാൻ പാടില്ല. ഇനി അടുത്ത ചോദ്യം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അതിൻ്റെ ഉത്തരം, അവൻ ഒരുവനാണ്, അവന് ഒരു കൂട്ടുകാരുമില്ല, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അടുത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം സ്വർഗവും നരകവും. ഇനി രണ്ടാമത്തെ ചോദ്യം, മീകായിൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്ത്? അതിൻ്റെ ഉത്തരം ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ക് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്നു. ഇതെല്ലാമാണ് മീകായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട്? അതിൻ്റെ ഉത്തരം 200 വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം പൂർത്തിയാക്കിയത്. നാലാമത്തെ ചോദ്യം, നബിയുടെ വരവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം? ആരെല്ലാമാണ് നബിയുടെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പ് നൽകിയിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം എന്താ? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം നബിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഖബർ സ്വർഗത്തോപ്പാകും ആരുടെ? അതിൻ്റെ ഉത്തരം
മലക്കുകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞവർക്കാണ് ഖബർ സ്വർഗീയ തോപ്പാകുന്നത്. അടുത്ത ചോദ്യം, ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതുന്നത് എപ്പോൾ? അപ്പോൾ എപ്പോഴാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ പ്രാവശ്യം സൂറെന്ന കാഹളത്തിൽ ഊതുന്നതെന്ന്? അതിൻ്റെ ഉത്തരം ഒന്നാം ഊത്തിന് ശേഷം 40 വർഷം കഴിഞ്ഞ്. അടുത്ത ചോദ്യം, നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്ന കാരണമെന്ത്? അതിൻ്റെ ഉത്തരം എന്താ? ഏത് കാര്യവും നടക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കൂ. അടുത്ത ചോദ്യം, എന്താണ് മരണം? അതിൻ്റെ ഉത്തരം മരണം എന്നത് നശിക്കലല്ല, ഒരു ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. അടുത്തത് പൂരിപ്പിച്ച് അർത്ഥം എഴുതാം. അപ്പോൾ താഴെ തന്നിട്ടുള്ള വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുകയും അതിൻ്റെ അർത്ഥം എഴുതുകയും വേണം. ഒന്നാമത്തെ ചോദ്യം, ഇന്നാ നഹ്നു ഡാഷ് ലഹാഫിലൂൻ. അതിൻ്റെ ഉത്തരം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിലൂൻ. അതിൻ്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിന് നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അടുത്തത് വമ അർസൽനാക ഡാഷ്. അപ്പോൾ അവിടെ വിട്ടുപോയ ഭാഗം വമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതിൻ്റെ അർത്ഥം സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ കോളത്തിലും നബിയുടെ പേര്, അവരുടെ കിതാബുകളും ആ കിതാബിൻ്റെ ഭാഷയുമാണ് ഇവിടെ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ മൂസാ നബി അലൈഹിസ്സലാം. അപ്പോൾ മൂസാ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് തൗറാത്ത്, അതിൻ്റെ ഭാഷ ഇബ്രാനി. രണ്ടാമത്തെ കോളത്തിൽ കിതാബിൻ്റെ പേര് തന്നിട്ടുണ്ട് സബൂർ. അത് ആർക്ക് വേണ്ടിയാണ് ഇറക്കിയത്? അത് ഇറക്കിയത് ദാവൂദ് അലൈഹിസ്സലാമിന് വേണ്ടി. അതിൻ്റെ ഭാഷ യൂനാനി. ഇനി മൂന്നാമത്തെ കോളത്തിൽ സുറിയാനി ഭാഷയാണ്. അപ്പം അതിൻ്റെ കിതാബ് ഇഞ്ചീൽ, അതിറക്കപ്പെട്ടത് ഈസാ അലൈഹിസ്സലാമിന് വേണ്ടി. ഇനി ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് നബിക്ക് വേണ്ടി ഇറക്കപ്പെട്ടത് ഫുർഖാനുൽ അലീം, അതിൻ്റെ ഭാഷ അറബി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ചോദ്യ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രീതിയിൽ വായിച്ച് പഠിച്ചെങ്കിലേ ഇതിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കൂ. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.